സുന്നി പ്രസ്ഥാനത്തിന്റെ ഒരു സാരഥി എന്ന നിലയിൽ നമ്മുടെ ഈ ഇലക്ഷനെ ഏതൊരു അർത്ഥത്തിലാണ് ഒരു 10 മാസത്തേക്കുള്ള ഒരു MLA സ്ഥാനമാണ് ഇതിനുണ്ടാകാൻ പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇത് വരുന്നത്. ഒരിടക്കാല തെരഞ്ഞെടുപ്പ് ഇതിനൊരു അമിതമായ പ്രാധാന്യം കൊടുത്ത് അതിലിറങ്ങി കളിച്ച് അങ്ങനെ ഒരു ഇത് നമ്മളെ പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെതായ ഒരു ഗൗരവം തന്നെ കണ്ടാൽ മതി എന്നുള്ള തോന്നുന്നത്. സമൂഹത്തിൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണവ്യവസ്ഥക്ക് എന്തെങ്കിലും ശക്തി കൂട്ടുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വലിയൊരു പ്രാധാന്യമൊന്നും ഈ ഇലക്ഷന് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ ഇലക്ഷനില് UDF-നെ പരസ്യ പ്രസ്താവന ഇറക്കിയിട്ട് അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജമാഅത്ത് ഇസ്ലാമി ഇതിനു മുമ്പും പല സമീപനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് തീരെ ഇലക്ഷനിൽ മത്സരിക്കാതെ വോട്ട് ചെയ്യാതെ മാറിയുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥികളെ മൂല്യം നോക്കിയിട്ട് ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ അവര് സ്വയം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രംഗത്ത് വന്നു. ഇപ്പോ കഴിഞ്ഞ 1-2 ഇലക്ഷനുകളിൽ അങ്ങോട്ട് കൊണ്ടുപോയി പതിച്ചു കൊടുക്കുകയാണ്. ഇതാ ഞങ്ങളെ വോട്ട് നിങ്ങൾക്കാണ്. അതിൽ പ്രത്യേക അത്ഭുതമൊന്നുമില്ല. അവർക്കതിന് അവകാശമുണ്ട്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യാതിരിക്കാം. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർ അനുവദിച്ചു കൊടുക്കുകയാണ്, ഇന്ന ആൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞാൽ അതിൽ പ്രത്യേക അത്ഭുതമൊന്നുമില്ല.